ഇന്നത്തെ നിശാഗന്ധിയിലെ പകലുകളെ സുന്ദരമാക്കിയത് ദേ ഇവരാണ്. സംസ്ഥാന കലോത്സവത്തിൽ ഗോത്ര കലാരൂപമായ മലപ്പുലയാട്ടം അവതരിപ്പിക്കാൻ എത്തിയതാണിവർ. ഈ വർഷം മുതലാണ് മലപ്പുലയാട്ടം മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ഗോത്രജനതയുടെ തനതായ വേഷത്തിൽ വാദ്യമേളങ്ങളുടെ താളത്തിനൊത്തവർ ചുവടുവെച്ചപ്പോൾ കണ്ണിനും കാതിനും അതൊരുപോലെ ഇമ്പമുള്ളതായി. തുടി, കുഴൽ, ചിക്കുവാദ്യം, കട്ടവാദ്യം എന്നിവയുടെ താള അകമ്പടിയോടെ അരങ്ങേറുന്ന ഈ കലാരൂപത്തിൽ പാട്ടുപയോഗിക്കുന്നില്ലെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുരവമേളങ്ങളോടുകൂടി പതിയെ തുടങ്ങുന്ന ചുവടുകൾ താളത്തിനൊത്തു മുറുകുന്നു. ഇടയ്ക്കിടെ ഉയരുന്ന കുഴൽ കുരവയൊച്ചകളും ചുവടുകൾ കൂടുതൽ ചടുലമാക്കുന്നു. 4 പേർ താളം കൊട്ടാൻ നിൽക്കുമ്പോൾ ബാക്കിയുള്ള 8 പേർ നൃത്തം ചവിട്ടുന്നു. കൈകളിൽ കോലേന്തി വട്ടത്തിൽ നിന്ന് ശരീരം പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ ആവേശം പറയാവുന്നതിലധികമായിരുന്നു. നല്ല ശബ്ദം പുറപ്പെടുന്ന പ്രത്യേകതരം കോലുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വേദിയിലെ ആവേശത്തിനിടയിൽ പലരുടെയും കൈകളിൽ കോലുകൊണ്ടടികൊണ്ടു. വിരലുകൾ നൊന്തിട്ടും കാലുകൾ തളർന്നിട്ടും മുഖം നിറച്ച പുഞ്ചിരിയോടെ അവർ വേദി നിറഞ്ഞാടി. കലാരൂപം ആദ്യമായി മത്സര ഇനത്തിൽ വന്നതുകൊണ്ട് തന്നെ പലരും യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് വേദിയിലെത്തിയത്. പ്രത്യേക വൈദഗ്ധ്യം നേടിയവരിൽ നിന്നും പഠിച്ചു വന്നവരുമുണ്ട്. എന്തായാലും മനസ്സ് നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ഓരോരുത്തരും വേദി വിട്ടിറങ്ങിയത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ മലപ്പുലയൻ ആദിവാസി വിഭാഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പാരമ്പര്യമായ ഗോത്രകലയാണ് മലപ്പുലയാട്ടം. പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന് ഈ കലാരൂപം അവതരിപ്പിക്കുന്നു. തനതായ ഉത്സവങ്ങളിലും വിശേഷ ദിവസങ്ങളിലും കാളിയമ്മ, മീനാക്ഷിയമ്മ എന്നീ ദേവികളെ പ്രീതിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മലപ്പുലയാട്ടം അവതരിപ്പിക്കുന്നത്. സന്ധ്യയ്ക്ക് തുടങ്ങുന്ന ഈ ആഘോഷം പുലരും വരെ തുടരുന്നതാണ് പതിവ്.